ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് PUBG കൊറിയൻ വേർഷൻ ഇൻസ്റ്റാൾ ഉണ്ടായി. അപ്പോൾ എനിക്ക് വന്നൊരു പ്രോബ്ലം, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുകയാണ്. ആ പ്രോബ്ലം എങ്ങനെ എന്നിട്ട് പരിഹരിക്കാം എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളയേണ്ട തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ PUBG കൊറിയൻ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഒരു പ്രോബ്ലം ഇനി നോക്കാം. അപ്പോൾ നിങ്ങളും PUBG കൊറിയൻ വേർഷൻ ഇൻസ്റ്റാളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, കനോട്ട് രജിസ്റ്റർ ആൻ അക്കൗണ്ട് ഇൻ യുവർ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു VPN ഡൗൺലോഡ് ചെയ്യണം. സൗത്ത് കൊറിയൻ VPN ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൗത്ത് കൊറിയ അവൈലബിൾ ആയിട്ടുള്ള ഏത് VPN വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് സൗത്ത് കൊറിയ VPN അടിച്ചാൽ കുറേ VPN വരും. ഞാൻ യൂസ് ചെയ്യുന്നത് സോളോ VPN ആണ്. അപ്പോൾ അതിൽ സൗത്ത് കൊറിയയുടെ ഇത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു VPN ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അത് ആ ഒരു VPN ഓൺ ആക്കണം. സൗത്ത് കൊറിയയിൽ നിങ്ങൾ ലൊക്കേഷൻ സൗത്ത് കൊറിയയിൽ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. അപ്പോൾ സൗത്ത് കൊറിയ കണക്റ്റ് ആക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടാണ് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ, ജസ്റ്റ് ഇത് വെറുതെ കണക്ട് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ അത് ആ പ്രോബ്ലം സോൾവ് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ട് PUBG ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ ആ ഒരു പ്രോബ്ലം പോകുമെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷേ എനിക്ക് ഇങ്ങനെയല്ല വന്നത്. എനിക്ക് വന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഇതാണ് വരുന്നത്. ഇതിങ്ങനെ കുറേ നേരം ഈ ഒരു സ്ക്രീന് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒന്നും ആവുന്നില്ല, ലോഡിങ്ങും ആവുന്നില്ല, ഒന്നും ആവുന്നില്ല, ഇങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറേ വെയിറ്റ് ചെയ്തു. അതാണ് പറയാൻ കാരണം, നിങ്ങൾ മൊത്തമായിട്ട് ഈ വീഡിയോ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു സ്ഥിരം PUBG കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിപ്പോൾ ഇടയിൽ ഫോൺ മൊത്തം റീസെറ്റ് ആയപ്പോൾ എല്ലാം പോയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. നിങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു വിൻഡോ ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മുടെ സോളോ VPN ഓപ്പൺ ചെയ്യുക. ആ ഒരു സോളോ VPN ഓപ്പൺ ചെയ്തിട്ട് ഡിസ്കണക്റ്റ് കൊടുക്കുക. ഇപ്പോൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ വരികയെന്ന്. ഇപ്പോൾ ഞാൻ ഡിസ്കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു VPN യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രീന് വന്നാൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക VPN, എന്നിട്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തിട്ട് പ്ലേ ഗെയിംസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് 250 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അത്രയും സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ 200 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇരുന്നാണ്. ഇപ്പോൾ 9 സെക്കൻഡായി. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി തന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ ഒരു ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പ്ലേ ഗെയിംസിൽ കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വരിക നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലുള്ള വീഡിയോസിനൊക്കെയായി നിങ്ങൾ എന്തായാലും
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും ഇതേപോലുള്ള വീഡിയോസൊക്കെ വീണ്ടും ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.